ഹലോ വീട്ടമ്മാസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക്. അതിനായി ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഉപയോഗിക്കണവർക്ക് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തേക്കണത്. ഇനി ഇത് വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് സവാള യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു പിങ്ക് കളറാവണ വരെ വഴറ്റിയെടുത്താൽ മതി. അധികം നല്ല ബ്രൗൺ കളറാവുക അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡൊക്കെ കിട്ടണ വരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇതൊന്ന് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സവാള ഒന്ന് പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ, നമുക്ക് എരിവിന് ആവശ്യത്തിനാണ് മുളക് പൊടി. അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കൊടംപുളിയാണ്. ആ വെള്ളത്തെപ്പാടെ തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്ലീൻ ചെയ്തത് ഒരു 1/2 കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് ചെമ്മീൻ കറക്റ്റായിട്ട് എനിക്ക് ചെമ്മീൻ്റെ വെയിറ്റ് അറിഞ്ഞൂടാ. കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റൊക്കെ വ്യത്യാസം വരുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലെ, വലിയ തക്കാളിയാണ് കേട്ടോ, നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ചെമ്മീനിലുള്ള വെള്ളവും കൂടെ ഇറങ്ങി ഗ്രേവിയൊക്കെ ആവശ്യത്തിനുള്ള ആയിട്ടുണ്ടാവും കേട്ടോ. ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും വീണ്ടും അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചെമ്മീനിലെ എരിവും പുളിയും ഒക്കെ പിടിക്കണ വരെ ഒന്ന് ചെമ്മീൻ വന്ന് കിട്ടണ വരെ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കരുത്. വെള്ളം പെട്ടെന്ന് വറ്റി അടി പിടിക്കാൻ സാധ്യത കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.